ഹലോ ഡിയേഴ്സ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 2 നമ്പർ വേൾഡ് സംഖ്യാലോകം ഈ യൂണിറ്റിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, നമ്പർ ദാറ്റ് കൗണ്ട്സ്. യു ഹാവ് ലേൺ മെനി തിങ്സ് അബൌട്ട് നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ യു നോ? നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആർ ഇൻ ദർ നമ്പേഴ്സ് ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം നമ്പേഴ്സ് ഉണ്ടാകുമല്ലോ. അതായത് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ നമ്പർ 10,000 ആണെന്ന് വിചാരിക്കുക. ഈ 10,000-നേക്കാളും വലിയ നമ്പർ ഉണ്ടല്ലേ. 10,001 അതിനേക്കാളും വലുതാണ്. 10,002 അതിനേക്കാളും വലുതാണ്. അപ്പം നമ്മൾക്ക് ഒരിക്കലും ഇന്ന നമ്പർ ഏറ്റവും വലിയ നമ്പറാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾക്കറിയാവുന്ന ഏറ്റവും വലിയ നമ്പർ നമ്മൾ എഴുതി കഴിഞ്ഞാലും അതിനേക്കാളും വലിയ നമ്പർ ഉണ്ടാകും. നമ്പേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതിനൊരു അവസാനമില്ല അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ ലെസണിൽ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വലിയ നമ്പേഴ്സ് എഴുതാനും വായിക്കാനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് ഫ്രം ദ സ്മോളസ്റ്റ് നമ്പർ ആൻഡ് മേക്ക് ഇറ്റ് ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ. അതായത് നമ്മൾ സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് അതിനിങ്ങനെ വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടി എളുപ്പമാണ്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ്. 1 ആണ് ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ? ഈ 1നെ 10 ആക്കാൻ വേണ്ടി അതായത് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ 1ൻ്റെ പ്ലേസ് എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം ഇടത്തോട്ടേക്ക് നീക്കി എഴുതിയാൽ മതി. അതുപോലെ തന്നെ 10ൻ്റെ 10 മടങ്ങാണ് 100. അതിനെ 10നെ 100 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1ൻ്റെ പ്ലേസ് ഒരു സ്ഥാനം കൂടി ഇടത്തോട്ടേക്ക് മാറ്റി എഴുതിയാൽ മതി അല്ലേ? അതുപോലെ തന്നെ 100ൻ്റെ 10 മടങ്ങാണ് 1000. അതിനെ എന്ത് ചെയ്താൽ മതി? സ്ഥാനം ഇടത്തോട്ടേക്ക് നീക്കി എഴുതിയാൽ മതി. അപ്പോൾ വലിയ സംഖ്യ ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 1ൻ്റെ പ്ലേസ് ഇടത്തോട്ട് നീക്കി ഇടണം അല്ലേ? അപ്പം പൂജ്യങ്ങൾ അതിനനുസരിച്ച് കൂടി വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 1's പ്ലേസ് ആണ്, ഇത് 10's പ്ലേസ് ആണ്, 100 പ്ലേസ് ആണ്, 1000 പ്ലേസ് ആണ്, 10,000 പ്ലേസ് ആണ് അല്ലേ? അപ്പോൾ 1ൻ്റെ പ്ലേസിൽ 1 എഴുതി കഴിഞ്ഞാൽ വെറും 1 ആണ് വായിക്കുക. ഇനി 10's പ്ലേസിലാണ് 1 വരുന്നതെങ്കിലോ വലതുഭാഗത്ത് 0 ഉണ്ടാകും. അപ്പോൾ 10 വായിക്കണം. 100ൻ്റെ പ്ലേസ് 1 ആണെങ്കിൽ 100 എന്ന് വായിക്കണം അല്ലേ? ഇനി 1000ൻ്റെ പ്ലേസിലാണ് 1 എങ്കിൽ 1000 എന്ന് വായിക്കണം. 10,000ൻ്റെ പ്ലേസിലാണെങ്കിൽ 10,000 ആണ് വായിക്കേണ്ടത് അല്ലേ? ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മൾക്ക് നമ്പർ ഉണ്ടാക്കാം അല്ലേ? അതായത് ഇവിടെ തീർന്നോ? 10,000 അവസാനിച്ചില്ല അല്ലേ? നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനിയും 1ൻ്റെ പ്ലേസ് അടുത്തോട്ടേക്ക് നീക്കിയിടാം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ 0 വരും അല്ലേ? ഇതിനെന്താണ് വായിക്കുക? 1ഉം 5 0ഉം എഴുതി കഴിഞ്ഞാൽ എന്താണ് വായിക്കുക? 1 lakh എന്നാണ് വായിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം? ഇനിയും 1ൻ്റെ പ്ലേസ് അടുത്തോട്ടേക്ക് നീക്കിയിടുക. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0 കൂടി കൂടും അല്ലേ? അപ്പോൾ എന്താണ് വായിക്കുക? 10 lakh എന്നാണ് വായിക്കുക. ഇനി നെക്സ്റ്റ് എത്രയാണ്? ഇപ്പം നമ്മൾ 6 zeros ആണ് ഇട്ടത്. ഇനി 1ഉം 7 0 ആണ് വരുന്നതെങ്കിൽ എന്താണ് വായിക്കുക? 1 crore, 1 കോടി എന്നാണ് വായിക്കേണ്ടത്. അതൊക്കെ എഴുതിയതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്ഥാനവിലകൾ. അതായത് ഇത് 1 lakh ആണ്, ഇത് 10 lakh ആണ്, ഇത് 1 crore ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആഡിങ് മോർ സീറോസ് വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് 10 crores, 100 crores ആൻഡ് സോ ഓൺ. ഇനി നമ്മൾ വീണ്ടും സീറോസ് ആഡ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ പോകുന്നത്? ഇതിപ്പോൾ 1 crore ആണ് അല്ലേ? 10 crore ആകും. പിന്നെ ഒരു 0 കൂടി ആഡ് ചെയ്താൽ എന്ത് ആകും? 100 crore ആവും. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമല്ലോ ഇത്. ഇൻ അതർ കൺട്രീസ് ദീസ് നമ്പേഴ്സ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. അതായത് നമ്മളിപ്പോൾ ഈ പഠിച്ച നമ്പേഴ്സ് ഉണ്ടല്ലോ, 1, 10, 1000, 10,000, lakh, ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ നമ്പേഴ്സ് ഇൻ അതർ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിൽ ഈ നമ്പേഴ്സ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് എഴുതുന്ന സെയിം തന്നെയാണ്, പക്ഷെ വായിക്കുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ഏതാണ്? അതായത് ഇത് 1 lakh എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? 1 lakh, 1ഉം 5 zeros, 1ഉം 5 0 എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? 1 lakh, 1 ലക്ഷം എന്നാണ് വായിക്കുക. പക്ഷേ അതർ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിൽ ഇതിനെ എങ്ങനെയും വായിക്കും? 100,000 എന്നാണ് വായിക്കുക. ഇനി അതുപോലെ തന്നെ 10 lakh, അതായത് 1ഉം 6 0 എഴുതി കഴിഞ്ഞാൽ 10 lakh, 10 ലക്ഷം എന്നാണ് നമ്മൾ വായിക്കാൻ പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ 10 ലക്ഷത്തിനെ എങ്ങനെയും പറയാം? 1 million എന്നും പറയാം. 10 lakhനെ 1 million എന്നും പറയാം. അപ്പോൾ 1 million എന്ന് കേട്ടാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 1 എഴുതുക, 6 0 എഴുതുക, അല്ലെങ്കിൽ 10 എഴുതിയിട്ട് ലാക്കിൻ്റെ 5 പൂജ്യങ്ങളും എടുക്കുക. 1 lakh എന്നാൽ 5 0 ആണ്, 5 പൂജ്യമാണ്. അപ്പോൾ 10 lakh എന്നാൽ 10 എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യുക? 5 പൂജ്യങ്ങൾ ഇടുക. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോമ ഇടുന്നത്. ഇനി അതുപോലെ തന്നെ 10 million അപ്പോൾ എത്രയായിരിക്കും? 1 million 10 lakh ആണെങ്കിൽ 10 million എത്രയായിരിക്കും? 100 lakh ആയിരിക്കും അല്ലേ? അതായത് എത്രയാണ്? 1 crore അല്ലേ? 1 കോടിയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ പഠിച്ച 1 കോടിയാണ് 10 million എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ടാകും?
ക്രോറിൽ എത്ര പൂജ്യങ്ങളാണ് വേണ്ടത്? 7 പൂജ്യങ്ങളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 1 കഴിഞ്ഞിട്ട് 70 ഉണ്ടാകും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 crore 1 കോടി എന്നും വായിക്കാം, 10 million എന്നും വായിക്കാം. ഇനി 100 million എന്നാൽ എത്രയാണ്? 10 കോടി, 10 crore ആണ്. 10 കോടിയാണ് 100 million എന്ന് പറയുന്നത്. ഇനി 100 കോടിയെ എന്ത് വിളിക്കും? 100 crore എന്ത് വിളിക്കും? 1 billion എന്ന് വിളിക്കും. അപ്പോൾ 1 billion എന്നാൽ എത്രയാണ്? 100 കോടിയാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? 100 എഴുതുക, ക്രോറിന് എത്ര പൂജ്യങ്ങൾ വേണം? 7 zeros വേണം അല്ലേ? അപ്പോൾ 70 എഴുതുക. 6 7 70 എഴുതുക. 100 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? 7 പൂജ്യങ്ങൾ ഇട്ടാൽ എത്രയാണ് വായിക്കേണ്ടത്? 1 billion അല്ലെങ്കിൽ 100 കോടി, 100 crore എന്നാണ് വായിക്കേണ്ടത്. അതായത് 1 കഴിഞ്ഞിട്ട് 9 പൂജ്യങ്ങൾ വേണം 1 ബില്യൺ എഴുതുമ്പോൾ. 1 കഴിഞ്ഞിട്ട് 90 എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നമ്പേഴ്സൊക്കെ, വലിയ നമ്പേഴ്സൊക്കെ എഴുതാൻ പഠിച്ചു അല്ലേ? ഓക്കെ, ഇനി ഇത് ഇവിടെ അവസാനിച്ചോ? ഇറ്റ് ഗോസ് ലൈക്ക് 10 billion and 100 billion and 1000 billion ഈസ് കോൾഡ് ട്രില്യൺ. അതായത് ഈ 1 ബില്യണിൽ അവസാനിച്ചില്ല. ഇതെങ്ങനെ പോകും? പിന്നെ അത് കഴിഞ്ഞിട്ട് 10 ബില്യൺ ആകും അല്ലേ? 10 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 90 ആണ് 1 ബില്യൺ. അപ്പോൾ 10 ബില്യൺ ആകുമ്പോൾ 1 കഴിഞ്ഞിട്ട് 10 പൂജ്യങ്ങൾ ഇടണം. 1 എഴുതിയിട്ട് 10 പൂജ്യങ്ങൾ ഇടണം. ഇനി 100 ബില്യൺ ആകുമ്പോഴോ 1 കഴിഞ്ഞിട്ട് 11 പൂജ്യങ്ങൾ എഴുതണം അല്ലേ? ആൻഡ് 1000 ബില്യൺ, 100 ബില്യൺ കഴിഞ്ഞാൽ അതിലും തീർന്നില്ല, പിന്നെന്താകും? 1000 ബില്യൺ അല്ലേ? 1000 ബില്യൺ മറ്റൊരു പേരിൽ കൂടി പറയുന്നുണ്ട്. ട്രില്യൺ എന്നാൽ എത്രയാണ്? 1000 ബില്യണെയാണ് 1000 ബില്യണെയാണ് എന്ത് വിളിക്കുന്നത്? ട്രില്യൺ എന്ന് വിളിക്കുന്നത്. ഇനി വൈ ഡു വി നീഡ് സച്ച് ബിഗ് നമ്പേഴ്സ്? നമ്മൾ എന്തിനാണ് ഇത്ര വലിയ നമ്പേഴ്സൊക്കെ പഠിക്കുന്നത്? എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത് എന്തിനാണ്? എന്താണ് ഇതിൻ്റെ ശരിക്കും ആവശ്യം? ഇപ്പോൾ ഡു യു നോ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ അവർ കേരള? നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്, എത്ര ജനങ്ങളുണ്ട്, ജനസംഖ്യ എത്രയാണ്? അക്കോർഡിംഗ് ടു ദ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ദർ ആർ അബൌട്ട് 3 crores and 40 lakhs. അതായത് 2011 കണക്കെടുപ്പ് അനുസരിച്ച്, സെൻസസ് അനുസരിച്ച് എത്ര ജനങ്ങളാണ് കേരളത്തിലുള്ളത്? 3 crore 3 കോടി 40 lakhs 40 ലക്ഷം ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 3 crore and 40 lakhs എങ്ങനെയാണ് എഴുതേണ്ടത്? 3 crore and 40 ലാക്കിന് 50 5 പൂജ്യങ്ങളാണ് വേണ്ടതെന്ന് നമ്മൾക്കറിയാം. അപ്പം 3 crore 40 എഴുതുക, 40 കഴിഞ്ഞിട്ട് 5 പൂജ്യങ്ങൾ ഇടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സ്ഥാനവിലകൾ നോക്കുക. ഇത് 1s പ്ലേസ് ആണ്, 10s പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ്, 10,000 പ്ലേസ്, ലാക്ക്, 10 lakh, crore അല്ലേ? അപ്പോൾ 3 crore 40 lakh. ഇനി 3 crore 40 lakhനെ എന്ത് പേരിലും വിളിക്കുന്നുണ്ട്? എങ്ങനെയും വിളിക്കാം നമുക്ക്, എങ്ങനെയും വായിക്കാം? 3 crore 40 lakhനെ 34 million എന്നും വായിക്കാം അല്ലേ? 34 million എന്നും വായിക്കാം. കാരണം 1 million എത്രയാണ്? 10 ലക്ഷത്തിനെയാണ് 1 million എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 crore 40 lakh ആണ് അല്ലേ? 3 കോടി 40 ലക്ഷമാണ്. 40 ലക്ഷം. ഇതിനെ എങ്ങനെയും വായിക്കാം? 34 million എന്നും വായിക്കാം അല്ലേ? 34 million എന്നും വായിക്കാം. കാരണം എന്താണ്? 10 ലക്ഷമാണ് 1 million. 10 lakh ആണ് 1 million. 1 million എന്നാൽ എത്രയാണ്? 1 എഴുതിയിട്ട് 6 പൂജ്യം ഇട്ടാലാണ് 10 ലക്ഷം അല്ലേ? 1 എഴുതിയിട്ട് 6 പൂജ്യം ഇട്ടാലാണ് 10 ലക്ഷം. 10 lakh. അപ്പോൾ ഇതെന്താണ്? 34 കഴിഞ്ഞിട്ട് 60 ഉണ്ട്, 6 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയും വായിക്കാം? 34 million എന്നും വായിക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ വായിക്കാൻ എഴുതാനും പഠിച്ചു അല്ലേ? എന്താണ്? 3 crore 40 lakh അല്ലേ? അങ്ങനെയാണ്. വാട്ട് അബൌട്ട് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ? ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇതിനേക്കാളും വലിയ സംഖ്യ ആയിരിക്കും അല്ലേ? ഇറ്റ് ഈസ് മോർ ദാൻ 100 crores. 100 കോടിയേക്കാളും കൂടുതലായിരിക്കും. അതർവൈസ് മോർ ദാൻ എ ബില്യൺ, 1 ബില്യണേക്കാളും കൂടുതലായിരിക്കും എന്ന് പറയാം അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ ഹോൾ വേൾഡ്? അങ്ങനെയാണ് ലോകത്തിലെ മൊത്തം ജനസംഖ്യ എത്രയായിരിക്കും? ഇറ്റ് ഈസ് അബൌട്ട് 800 crores. എത്രയാണ് ലോകത്തിലെ മൊത്തം ജനസംഖ്യ? ഏകദേശം എത്രയാണ്? ഏകദേശം 800 crores. അതായത് 800 കോടിയാണ് ലോകത്തിലെ മൊത്തമുള്ള ആൾക്കാരുടെ എണ്ണം. അതായത് എത്രയാണ് 800 കോടി എന്ന് വെച്ചാൽ? 100 കോടിയെ നമ്മൾ എന്ത് വിളിച്ചു? 1 ബില്യൺ എന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ 800 കോടി എന്ന് വെച്ചാൽ എത്രയാണ്? 8 ബില്യൺ ആണ്. 8 ബില്യൺ ആണ്. അപ്പോൾ 8 ബില്യൺ എങ്ങനെയാണ് എഴുതേണ്ടത്? 800 എന്ന് എഴുതുക, 800 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോറിൻ്റെ 70 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ? കോടിക്ക് എത്ര പൂജ്യങ്ങൾ വേണം? 7 പൂജ്യങ്ങൾ വേണം. അപ്പം ക്രോറിൻ്റെ 7 പൂജ്യം ഇടുക. ഇതെന്താണ് വായിക്കുക? 8 ബില്യൺ എന്നാണ് വായിക്കുക അല്ലേ? അതായത് 8 എഴുതിയിട്ട് 9 പൂജ്യം.
1 ബില്യണ് 90 ആണ് വേണ്ടത്. അപ്പം 8 ബില്യൺ എഴുതുമ്പോൾ 8 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 90 ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഓർമ്മിച്ച് വെക്കുക. എന്താണ്? 100 crore 1 ബില്യൺ. അപ്പം 800 crore 8 ബില്യൺ അല്ലേ? ഓക്കെ. ഇനി ദ നമ്പേഴ്സ് which has only zeros after digit 1 are named like this. അതായത് 1 കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂജ്യങ്ങൾ ഇടുന്ന നമ്പേഴ്സിനാണ് ഇതുപോലെയൊക്കെ വിളിക്കുന്നത്. അതായത് ഇത് 10 എഴുതും, ഇത് 100 ആണ്, ഇത് 1000 ആണ്, 10,000 ആണ്, ലാക്ക് ആണ്, പിന്നെന്താണ് 10 ലാക്ക് ആണ്, ക്രോർ ആണ്, ഇങ്ങനെയൊക്കെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ അതർ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്? ഇനി ഇങ്ങനെ സീറോയിൽ അവസാനിക്കാത്ത നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യും? അതായത് അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലയിങ് ഓൾ 1 ഡിജിറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 9. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 8 ഇൻറ്റു 9. നിങ്ങൾ ഗുണിച്ച് നോക്കുക. നിങ്ങൾ ഗുണിച്ചാൽ എത്രയായിരിക്കും നമ്പർ കിട്ടുന്നത്? നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിയേ. എത്രയാണ് കിട്ടുന്നത്? ഈ നമ്പർ ആയിരിക്കും കിട്ടുക. അതായത് ഈ എഴുതിയ നമ്പർ. ഇത് എത്രയാണ് വായിക്കുക? ഇതപ്പോൾ നമ്മൾ വായിക്കാൻ പഠിക്കണം അല്ലേ? എത്രയാണ് ഇത് വായിക്കുക? 3,62,880. 3,62,880. എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? പ്ലേസ് നോക്കുക. സീറോസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ്, 10,000 പ്ലേസ്, ലാക്സ് പ്ലേസ്. അതായത് എത്ര സംഖ്യകളുണ്ട് ഇതിൽ? 6 സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ 6 സ്ഥാനങ്ങൾ വരുമ്പോൾ ലാക്കിൽ കൂടുതലായിരിക്കും, ലക്ഷത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? 3,62,880. ഓക്കെ. ഇനി ഇവിടെ ബോക്സിൽ ഓരോ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് 3 ആണ്, 1's പ്ലേസിലാണുള്ളത്. ഇനി ഇത് എത്രയാണ്? 36 ആണ് അല്ലേ? 362 ആണ് വായിക്കേണ്ടത്. ഇനി 3,628. നെക്സ്റ്റ് എത്രയാണ് വായിക്കേണ്ടത്? 36,288 അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ എഴുതിയ നമ്പർ അല്ലേ? എത്രയാണ്? 3,62,880 അല്ലേ? ഓക്കെ. ഇനി ഇങ്ങനെ പ്ലേസ് വാല്യൂ അല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റ്സിൻ്റെ നമ്പർ, അതായത് അക്കങ്ങളുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾക്ക് വായിക്കാം. അതായത് 1 ഡിജിറ്റ് നമ്പേഴ്സ്, ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ 1 ഡിജിറ്റ് നമ്പേഴ്സാണ്. ഇനി 2 ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 10 മുതൽ 10 to 99 വരെ വരുന്ന സംഖ്യകൾ രണ്ടക്ക സംഖ്യകളാണ്. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സ്, മൂന്നക്ക സംഖ്യകൾ ഏത് മുതൽ ഏത് വരെയാണ്? 100 to 999 വരെയാണ്. 4 ഡിജിറ്റ് നമ്പേഴ്സോ 1000 to 9,999 വരെയാണ്. 5 ഡിജിറ്റ് നമ്പേഴ്സ് 10,000 to 99,999 വരെയാണ് അഞ്ചക്ക സംഖ്യകൾ അല്ലേ? ഇനി 6 അക്ക സംഖ്യകളോ 6 ഡിജിറ്റ് നമ്പേഴ്സോ 1 ലാക്ക്, അതായത് 1 ലക്ഷം മുതൽ എത്രയാണ്? 9,99,999 അല്ലേ? 9,99,999 വരെ എത്ര അക്കം വരുന്ന നമ്പേഴ്സാണ്? 6 അക്കം വരുന്ന 6 ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേ? 7 ഡിജിറ്റ് നമ്പേഴ്സോ 10 lakh to 99 lakh 99,999 വരെയാണ് അല്ലേ? ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സോ ഹൗ ഡു വി റീഡ്? 2,34,567. അതായത് ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഇവിടെ എഴുതിയിരിക്കുന്നത് 2,34,567 എന്നാണ് വായിക്കേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. എത്രയാണ് ഇത് വായിക്കേണ്ടത്? 2,34,567 ഇവിടെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാനാണ്. ക്യാൻ യു റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം. ഇൻ 2023 ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഈസ് 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്, കുറഞ്ഞ അകലം എത്രയാണ്? ഇത് വായിക്കാനാണ് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നത്. വായിക്കാൻ പഠിക്കാൻ എത്രയാണ് ഇത് വായിക്കേണ്ടത്? 3,56,569 അല്ലേ? 3,56,569. പ്ലേസ് നോക്കിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. 3,56,569 അല്ലേ? ഓക്കെ. പിന്നെന്താണ് ബാക്കി പറഞ്ഞിരിക്കുക? അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 4,06,450
4,58,000 അല്ലേ. 10,000 പ്ലേസിൽ 0 ആണുള്ളത്. അപ്പോൾ അവിടെ വായിക്കണ്ട. 4,06,458. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് 2011 കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? ഇതെത്രയാണ് വായിക്കേണ്ടത്? വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100, 1000, 10,000, ലാക്ക്, 10 lakh, ക്രോർ അല്ലേ, കോടി അല്ലേ, 3 കോടി അല്ലേ. അപ്പോൾ ഇവിടെ കോമിട 3 കോടി, 3 crore, 34 lakh, 34,06,061 അല്ലേ. ഓക്കെ. ആൻഡ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ്, മൊത്തം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എത്രയാണ്? ഇതെത്രയാണ് വായിക്കേണ്ടത്? അതുപോലെ എഴുതാം. അപ്പോൾ വൺസ്, 10, 100, 1000, 10,000, ലാക്ക്, 10 lakh, ക്രോർ, 10 crore, 100 crore അല്ലേ. അപ്പം 121 കോടി, 121 crore, പിന്നെ എത്രയാണ്? 8,54,977. 121 കോടി 8,54,977. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വായിക്കാം? ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 11, 1 മുതൽ 11 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? ഇതെത്രയാണ് വായിക്കേണ്ടത്? അപ്പോൾ ഇവിടെയും പ്ലേസ് നോക്കുക. 1, 10, 100, 1000, 10,000, ലാക്ക്, 10 lakh, ക്രോർ അല്ലേ. അപ്പം 3 crore, 99,16,800. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ബോക്സിൽ കൊടുത്ത് നോക്കാം. ചൈൽഡ് എമംഗ് നമ്പേഴ്സ്. എഡ്വേർഡ് കാസ്നർ വാസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ഇൻ ദ USA. USA ഒരു മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു എഡ്വേർഡ് കാസ്നർ. ഹി വൺസ് ആസ്ക്ഡ് ഹിസ് 9-year-old നെഫ്യൂ മിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ മരുമകൻ മിൽട്ടനോട്, 9 വയസ്സുള്ള മിൽട്ടനോട് അദ്ദേഹം ചോദിച്ചു എന്ത്? വാട്ട് ഹി വുഡ് കോൾ ദ നമ്പർ വിത്ത് 100 zeros ആഫ്റ്റർ 1 ടു പെർക്ക് ഹിസ് ഇൻട്രസ്റ്റ്. അതായത് 1 കഴിഞ്ഞിട്ട് 100 പൂജ്യങ്ങളിട്ട സംഖ്യയെ നീ എന്താണ് വിളിക്കുക എന്ന് വെറുതെ ചോദിച്ചാണ്. അവൻ്റെ ഇൻട്രസ്റ്റ് നോക്കാൻ, അവൻ്റെ താല്പര്യം നോക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചു. അതായത് 1 കഴിഞ്ഞിട്ട് 100 പൂജ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് 1 പൂജ്യം ഇട്ടാൽ നമ്മൾ എന്താ വായിക്കുക? 10 അല്ലേ. 2 പൂജ്യം ഇട്ടാൽ 100 എന്ന് വായിക്കും. പക്ഷേ 1 എഴുതിയിട്ട് 100 zeros ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും അറിയില്ല അല്ലേ എന്താണ് വായിക്കുക. അപ്പോൾ ഇവനും അറിയില്ല. അപ്പോൾ ഇവൻ വെറുതെ പറഞ്ഞു എന്ത്? മിൽട്ടൺ സെഡ് ഗൂഗോൾ എന്നാണ് വായിക്കുക എന്ന് പറഞ്ഞു. കാസ്നർ പോപ്പുലറൈസ്ഡ് ദിസ് നെയിം ഇൻ ഹിസ് ബുക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ദ ഇമാജിനേഷൻ. അതിനുശേഷം കാസ്നർ എഴുതിയ ഒരു ബുക്കാണ് മാത്തമാറ്റിക്സ് ആൻഡ് ദ ഇമാജിനേഷൻ എന്നുള്ള ബുക്കിൽ ഈ പേര്, ഈ ഗൂഗിൾ എന്നുള്ള പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. ദ നെയിം ഗൂഗിൾ ഫോർ ദ ഇൻ്റർനെറ്റ് സെർച്ച് എൻജിൻ വാസ് ഇൻസ്പയർഡ് ബൈ ദ നെയിം ഓഫ് ദിസ് നമ്പർ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ, അതായത് ഇൻ്റർനെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന, സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ ആ ഗൂഗിൾ എന്നുള്ള പേര് വന്നത് ഏതിൽ നിന്നാണ്? ഈ ഗൂഗിൾ എന്നുള്ള വാക്കിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഗ്രോയിങ് നമ്പേഴ്സ്, പെരുകുന്ന സംഖ്യകൾ. ദർ ആർ ഓൺലി 9 1-digit നമ്പേഴ്സ്. അതായത് നമ്മളിങ്ങനെ സംഖ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്പേഴ്സ്, സംഖ്യകളിൽ 1-digit നമ്പേഴ്സ്, ഒരക്ക സംഖ്യകൾ എത്ര എണ്ണമാണ് ഉള്ളത്? ഏതൊക്കെയാണ് ഒരക്ക സംഖ്യകൾ? 1-digit നമ്പേഴ്സ് 1 to 9 വരെ അല്ലേ. 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് 1-digit ഒരക്ക സംഖ്യകൾ? 9 എണ്ണമാണ് ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ? എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാകും? രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് 9 കഴിഞ്ഞാൽ 10 രണ്ടക്ക സംഖ്യയാണ് അല്ലേ, 2-digit നമ്പറാണ്. അപ്പോൾ 10 മുതൽ 99 വരെ, 99 വരെയാണ് ഏത്? 2-digit നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടാകും? 10 to 99 വരെ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? എങ്ങനെ കാണാം? നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് കാണുക? ഈ 99ന് 10 കുറക്കും അല്ലേ. അപ്പോൾ 89 മാത്രമേ കിട്ടൂ അല്ലേ. 89 ആണോ? 89 നമ്പേഴ്സ് ആണോ 2-digit നമ്പേഴ്സ്? അല്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചിന്തിക്കാം? ലെറ്റ്സ് തിങ്ക്. നമ്മൾക്ക് എങ്ങനെ ചിന്തിക്കാം? ദർ ആർ 99 നമ്പേഴ്സ് ഫ്രം 1 to 99. അതായത് 1 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഉണ്ട്. 1 to 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 99 എണ്ണം എന്തല്ല? 2-digit നമ്പേഴ്സ് അല്ല അല്ലേ. ഇതിൽ 9 എണ്ണം എന്താണ്? 1-digit നമ്പറാണ്. അപ്പോൾ ഈ 99 എത്ര കുറക്കുക? 9 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 90 നമ്പേഴ്സാണ് 2-digit നമ്പേഴ്സ് ഉള്ളത്. എത്രയാണ്? 90 നമ്പേഴ്സാണ് 2-digit നമ്പേഴ്സ് ഉള്ളത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ? എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 3 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് 99 വരെ 2-digit നമ്പറാണ് അല്ലേ. 99 കഴിഞ്ഞാൽ
100 മുതലാണ് ഏത് 3 ഡിജിറ്റ് നമ്പർ മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് ഏതുവരെയാണ് 101 102 അങ്ങനെ പോയി ഏതുവരെയാണ് 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ 100 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ട് ഇത് നമുക്ക് എണ്ണിയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. എങ്ങനെ കാണാം? നമ്മളിപ്പോൾ 2 ഡിജിറ്റ് നമ്പർ കണ്ട അതേ രീതിയിൽ നമ്മൾ കാണാം. മൊത്തം എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 1 to 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 999 നമ്പേഴ്സ് ഉണ്ട്. 999 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 1 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 999 നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 999 നമ്പേഴ്സും എന്തല്ല 3 ഡിജിറ്റ് നമ്പർ അല്ല അല്ലേ. ഇതിൽ ഒരക്ക സംഖ്യകൾ 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, രണ്ടക്ക സംഖ്യകളും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് 3 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം മാത്രമേ കാണേണ്ടതുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 ഡിജിറ്റ് നമ്പറും 2 ഡിജിറ്റ് നമ്പറും കുറക്കണം. 1 ഡിജിറ്റ് നമ്പർ എത്രയാണ് കിട്ടിയത് നമ്മൾക്ക്? 9. 2 ഡിജിറ്റ് നമ്പർ എത്രയാണ് കിട്ടിയത്? ഇപ്പോൾ 90 അല്ലേ, 90 എണ്ണം. അപ്പോൾ ഈ 90യും 9ഉം 99 മൊത്തത്തിൽ കുറക്കണം. അപ്പോൾ എത്രയാണ് വരിക? 99 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 900 നമ്പേഴ്സാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. എത്ര നമ്പേഴ്സാണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? 900 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി ഇതേ രീതിയിൽ നമ്മൾക്ക് എത്ര ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയായിരിക്കും? അപ്പോൾ 4 സംഖ്യകൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1000 മുതൽ എത്ര വരെയാണ്? 9999 വരെയാണ് അല്ലേ. അപ്പോൾ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക? അതായത് മൊത്തം 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 9999 ആണ്. ഇതിൽ നിന്ന് എത്ര കുറക്കണം? 1 ഡിജിറ്റ് നമ്പറും കുറക്കണം, 2 ഡിജിറ്റ് നമ്പറും കുറക്കണം, 3 ഡിജിറ്റ് നമ്പറും കുറക്കണം അല്ലേ. അപ്പോൾ 1 ഡിജിറ്റ് നമ്പർ 9 പ്ലസ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം 90 പ്ലസ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം എത്രയാണ്? 900 അല്ലേ. അപ്പോൾ മൊത്തം എത്ര വരും? 999 കുറക്കുക. അപ്പോൾ എത്രയാണ്? 9000 9000 നാലക്ക സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇനി എത്ര ഡിജിറ്റ് നമ്പേഴ്സും നമ്മൾക്ക് അതിൻ്റെ എണ്ണം കാണാൻ പറ്റും. ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഫസ്റ്റ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിങ് ബോത്ത് ദ ഡിജിറ്റ്സ് 1 ആൻഡ് 3? 1ഉം 3യും യൂസ് ചെയ്തിട്ട് 1ഉം 3ഉം ഉപയോഗിച്ചിട്ട് എത്ര രണ്ടക്ക സംഖ്യകൾ, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും? എത്ര നമ്പേഴ്സാണ് ഉണ്ടാക്കാൻ സാധിക്കുക? 2 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ അല്ലേ. ഏതൊക്കെയാണ്? 13 ആൻഡ് 31. 13ഉം 31 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ അല്ലേ. അതായത് 1ഉം 3ഉം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ടക്ക സംഖ്യകൾ മാത്രമാണ്. ഒരക്കം വേണ്ട, ഒരക്ക സംഖ്യകൾ വേണ്ട. രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ? 13ഉം 31 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ അല്ലേ. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് ദ 3 ഡിജിറ്റ്സ് 1 3 5? ഇനി 1ഉം 3ഉം 5ഉം, അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്തത് 1ഉം 3ഉം ഉപയോഗിച്ചിട്ട് രണ്ടക്ക സംഖ്യകളാണ്, രണ്ടെണ്ണം ഉണ്ടാക്കിയല്ലേ. ഇനി 1ഉം 3ഉം 5ഉം ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? എന്ത് ചെയ്താൽ മതി? ഈ രണ്ടക്ക സംഖ്യ എന്ത് ചെയ്യണം? മൂന്നക്ക സംഖ്യ ആക്കി മാറ്റണം അല്ലേ. രണ്ടക്ക സംഖ്യ നമ്മൾക്ക് വേണ്ട, മൂന്നക്ക സംഖ്യയാണ് വേണ്ടത്. അപ്പം മൂന്നക്ക സംഖ്യ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 5നാണ് നമ്മൾക്ക് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ 5ന് എന്ത് ചെയ്യാം? ആദ്യം 100ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. അപ്പോൾ 513 531 അല്ലേ. ഇനി അടുത്ത സംഖ്യ എങ്ങനെ എഴുതാം? അതായത് ഈ 13 തന്നെ നമ്മൾക്ക് എഴുതാം, 31ഉം അതുപോലെ എഴുതാം. 13ഉം 31ഉം ആദ്യം എഴുതി രണ്ടക്ക സംഖ്യകളുണ്ടല്ലോ, അത് അതുപോലെ എഴുതാം. ഇനി എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ 100ൻ്റെ സ്ഥാനത്താണ് 5 എഴുതിയത്. ഇനി 10ൻ്റെ സ്ഥാനത്ത് 10th പ്ലേസിൽ 5 എഴുതാം. അപ്പോൾ എത്ര കിട്ടി? 153ഉം 351 കിട്ടി അല്ലേ. അടുത്ത 2 മൂന്നക്ക സംഖ്യകൾ കിട്ടി. ഇനി എങ്ങനെ എഴുതാം? ഈ 5ന് അതായത് 13ഉം 31ഉം അതുപോലെ എഴുതാം. ഇനി 5ന് 1st പ്ലേസിൽ 1ൻ്റെ സ്ഥാനത്ത് എഴുതാം. അപ്പോൾ എത്ര കിട്ടി? 135ഉം 315ഉം. ഇപ്പോൾ എത്ര മൂന്നക്ക സംഖ്യകൾ കിട്ടി? 1 2 3 4 5 6 6 മൂന്നക്ക സംഖ്യകൾ കിട്ടി അല്ലേ. അപ്പോൾ 1ഉം 3ഉം 5ഉം ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കി? 6 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കി അല്ലേ. ഓക്കെ, ഇനി ഇതുവരെ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾക്ക് നാലക്ക സംഖ്യകളാണ് ഉണ്ടാക്കേണ്ടത്. അതായത് ഈ 5ൻ്റെ കൂടെ ഇനി ഒരു സംഖ്യ കൂടി ആഡ് ചെയ്തിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഇതേ രീതിയിൽ തന്നെയാണ്. ആദ്യം രണ്ടക്ക സംഖ്യ 13ഉം 31ഉം ഉണ്ടാക്കി. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ
ഈ 3 അക്ക സംഖ്യകൾ ഈ 6 എണ്ണം ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അതായത് ഈ 3 അക്ക സംഖ്യകൾ വെച്ചിട്ട് തന്നെയാണ് 4 അക്ക സംഖ്യകളും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ 3 അക്ക സംഖ്യകൾ നമ്മൾക്കിനി അതിൻ്റെ ചോദ്യം നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 1, 3, 5, 7 ആസ് ദ ഡിജിറ്റ്സ്. അതായത് 1, 3, 5, 7 ഈ 4 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പം നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? 1, 3, 5 ഉപയോഗിച്ചിട്ട് 3 അക്ക സംഖ്യകൾ 6 എണ്ണം ഉണ്ടാക്കി അല്ലേ? ഈ 6 3 അക്ക സംഖ്യകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 513, 531, 153, 351, 135, 315. ഞാൻ അതുപോലെ 3 അക്ക സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ വട്ടമിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അതെന്താണ്? അതായത് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് 1, 3, 5, 7 ഉപയോഗിച്ചിട്ട് 4 അക്ക സംഖ്യകളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ 1, 3, 5 ഉപയോഗിച്ചിട്ട് 3 അക്ക സംഖ്യകൾ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 അക്ക സംഖ്യ 7 ആണ്. 7ന് നമ്മൾ ഫസ്റ്റിൽ 1000ൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് മനസ്സിലാകാൻ വേണ്ടി വട്ടമിട്ട് വെച്ചതാണ് ഞാൻ. അപ്പം 7ന് 1000ൻ്റെ സ്ഥാനത്ത് ആദ്യം എഴുതുക. എല്ലാ സംഖ്യയുടെ കൂടെ 6 സംഖ്യയുടെ കൂടെയും 7ന് 1000ൻ്റെ സ്ഥാനത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാം? 7513, 7531, 7153, 7351, 7135, 7315 അല്ലേ? 7315. നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ ഞാൻ 4 തവണ എഴുതിയിട്ടുണ്ട് അല്ലേ? അതായത് 513, 531 തന്നെയാണ്, 5013 എന്നല്ല. അതായത് ഞാൻ എന്ത് ചെയ്തു? ആദ്യം 1000ൻ്റെ സ്ഥാനത്ത് എഴുതി. ഇനി 100ൻ്റെ സ്ഥാനത്ത് എഴുതാൻ വേണ്ടി വട്ടമിട്ട് വെച്ചതാണ് അത്. അപ്പം ഇനി 100ൻ്റെ സ്ഥാനത്ത് എല്ലാ നമ്പറിൻ്റെ കൂടെയും 100ൻ്റെ സ്ഥാനത്ത് 7 കൊടുക്കുക. അപ്പോൾ 5713 ആകും, 5731 ആകും, 1753, 3751, 1735, 3715. ഇനി വീണ്ടും ഞാൻ 513, 531 ഈ 6 സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? 100ൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ എഴുതിയത്. ഇനി 10ൻ്റെ സ്ഥാനത്ത് എഴുതാൻ വേണ്ടിയാണ് അവിടെ വട്ടമിട്ട് വെച്ചത്. 10ൻ്റെ സ്ഥാനത്ത് ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 10ൻ്റെ സ്ഥാനത്ത് 7 കൊടുക്കുക. അപ്പം നമ്മൾക്ക് വീണ്ടും 6 സംഖ്യകൾ കിട്ടും അല്ലേ? വീണ്ടും 6 സംഖ്യകൾ കിട്ടും. 10ൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തിട്ട് വീണ്ടും 6 സംഖ്യകൾ കിട്ടി. ഇനി എന്ത് ചെയ്യുക? 1ൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തിട്ട് 6 സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ? അപ്പം എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടി? 4 അക്ക സംഖ്യകൾ കിട്ടി നമ്മൾക്ക്. 1, 3, 5, 7 ഉപയോഗിച്ചിട്ട് 6, 6, 6, 6, 6 × 4 അല്ലേ? 24 നമ്പേഴ്സ്, 24 സംഖ്യകളാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ? അപ്പം ഞാൻ 24 സംഖ്യകളും ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും. ആദ്യത്തെ വരിയിൽ എന്താണ്? 7 എല്ലാം 1000ൻ്റെ സ്ഥാനത്താണ് എഴുതിയിരിക്കുന്നത് 6 സംഖ്യയിൽ. രണ്ടാമത്തെ വരിയിൽ 100ൻ്റെ സ്ഥാനത്താണ് 7 ഉള്ളത് അല്ലേ? ഇനി മൂന്നാമത്തെ വരിയിലോ 10ൻ്റെ സ്ഥാനത്താണ് 7 ഉള്ളത്. ഇനി നാലാമത്തെ വരിയിൽ 7 ഒക്കെ 1ൻ്റെ സ്ഥാനത്താണ് ഉള്ളത് അല്ലേ? അപ്പോൾ മൊത്തം 24 നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അല്ലേ? ഓക്കെ. ഇനി ഹൗ മെനി 9 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ യൂസിങ് ഡിജിറ്റ്സ് 1 to 9? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര 9 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര 9 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? അതായത് നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? അതായത് 1 എന്നുള്ള സംഖ്യ ഉപയോഗിച്ചിട്ട് ഒരു ഒരക്ക സംഖ്യ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 1, 3 ഉപയോഗിച്ചിട്ട് നമ്മൾ 2 രണ്ടക്ക സംഖ്യകളാണ് ഉണ്ടാക്കിയത് അല്ലേ? ഇനി 1, 3 തന്നെ ആവണമെന്നില്ല. ഇവിടെ 2ഉം 4 ആയിക്കഴിഞ്ഞാലും എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കൂ? 2 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. 24, 42 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ അല്ലേ? ഇനി 3 സംഖ്യകൾ ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്തതാണ് 1, 3, 5 ഉപയോഗിച്ചിട്ട് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കി? 6 എണ്ണം ഉണ്ടാക്കി അല്ലേ? അപ്പോൾ ഈ 6 എണ്ണം എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയത്? അതായത് ഇവിടെ നിങ്ങൾ നോക്കുക. ഈ 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരക്ക സംഖ്യ വെച്ചിട്ട് ഒരു സംഖ്യ ഉണ്ടാക്കി. പിന്നെ ഈ 1ഉം 3ഉം വെച്ചിട്ട് 2 സംഖ്യകൾ 13, 31 ഉണ്ടാക്കി അല്ലേ? അപ്പം 1 ഗുണിക്കണം 2 ഗുണിക്കണം പിന്നെ എന്ത് ചെയ്തു? ഈ ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യകളുടെ കൂടെ 3 സാധ്യതകൾ വരുത്തി അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് 5നെ കൊടുത്തു, 10ൻ്റെ സ്ഥാനത്ത് 5നെ കൊടുത്തു, പിന്നെ ഒറ്റയുടെ സ്ഥാനത്ത് 5നെ കൊടുത്തു. അങ്ങനെ 3 സാധ്യതകൾ കൊടുത്തു അല്ലേ? അപ്പോൾ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 സമാണ് 6. അതാണ് 3 അക്ക സംഖ്യ. 3 അക്ക സംഖ്യകളല്ല, 3 സംഖ്യകൾ വെച്ചിട്ട് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 6 കിട്ടുന്നത് എങ്ങനെയാണ്? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3. അപ്പോൾ 4 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്താൽ മതി? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 കണ്ടാൽ മതി. അതാണ് 24. അതായത്
ഇതുവരെ 6 6 ഇൻറ്റു 4 എത്രയാണ്? 6 ഇൻറ്റു 4 24 ആണ് അല്ലേ? 24 നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് എന്ത്, ഇത് കാണാനുള്ള ട്രിക്ക് അല്ലേ, വഴി ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? എത്ര 9 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ മതി അല്ലേ? 1 ഇൻറ്റു 3 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 കണ്ടാൽ മതി അല്ലേ? അപ്പോൾ 1 മുതൽ 9 വരെ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗുണിച്ചിട്ട് അതിൻ്റെ ആൻസർ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 3,62,880 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എത്ര സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കുക? 3,62,880 9 അക്ക സംഖ്യകൾ. ഏതൊക്കെ ഉപയോഗിച്ചിട്ട്? ആദ്യത്തെ 9 സംഖ്യകൾ 1 2 3 4 5 6 7 8 9 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഇത്രയും 3,62,880 9 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ സംഖ്യകൾ ഉണ്ടാക്കിയത് പൂജ്യത്തിന് ഉൾപ്പെടുത്താതെയാണ് അല്ലേ നമ്മൾ സംഖ്യകൾ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ്സ് 0 1 3? 0 1 3 ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 0 1 3 ഉപയോഗിച്ചിട്ട് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? അതായത് നമ്മൾ നേരത്തെ 1 3 5 ഉപയോഗിച്ചിട്ട് 6 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. എങ്ങനെയാണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ? 6 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ 0 വരുന്നതെങ്കിലോ നമ്മൾക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? അപ്പം എങ്ങനെയാണ്? അതായത് പൂജ്യത്തിന് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ 5 100ൻ്റെ പ്ലേസിൽ വെച്ചിട്ട് നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? 5 100ൻ്റെ പ്ലേസിൽ വെച്ചിട്ട് 13ൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പൂജ്യത്തിന് വെച്ചിട്ട് നമ്മൾക്ക് പൂജ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 അക്ക സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലേ? 0 13 എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ? 103 എഴുതാൻ പറ്റൂ. അപ്പം 2 സംഖ്യകൾ, അതായത് 100ൻ്റെ സ്ഥാനത്ത് നമ്മൾ 5നെ കൊടുത്തല്ലോ, 2 സ്ഥലത്ത് കൊടുത്തില്ലേ? 13ഉം 31. 13ഉം, അതായത് നമ്മൾ നേരത്തെ 1 3 5 വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റിൽ ഈ 1ഉം 3ഉം വെച്ചിട്ട് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കി, 13ഉം 31 അല്ലേ? എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? ഈ 5നെ ഇവിടെ എഴുതി, 100ൻ്റെ സ്ഥാനത്ത് എഴുതി, ഇവിടെ എഴുതി അല്ലേ? 5നെ 100ൻ്റെ സ്ഥാനത്ത് എഴുതി. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു? 5നെ 13ഉം 31 എഴുതിയിട്ട് 5നെ നടുക്ക് 10ൻ്റെ സ്ഥാനത്ത് എഴുതി. പിന്നെ എന്ത് ചെയ്തു? 13ഉം 31 എഴുതിയിട്ട് 5നെ 1ൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് എഴുതി. ഇങ്ങനെയാണ് 6 സംഖ്യകൾ കിട്ടിയത് അല്ലേ? അപ്പോൾ 0 വരുന്നതാണെങ്കിൽ ഈ 100ൻ്റെ സ്ഥാനത്ത് നമ്മൾ 0ന് കൊടുക്കാൻ പറ്റില്ല അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് 0ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 സംഖ്യകൾ കുറയും. അതായത് 6ൽ നിന്ന് 2 സംഖ്യകൾ കുറയും. അപ്പോൾ 0 എഴുതിയിട്ട് 0 1 3 ഉപയോഗിച്ചിട്ട് എത്ര സംഖ്യകളെ ഉണ്ടാക്കാൻ സാധിക്കൂ? 4 സംഖ്യകളെ ഉണ്ടാക്കാൻ സാധിക്കൂ. 6ൽ നിന്ന് നോർമലായിട്ട് കിട്ടുന്ന 6ൽ നിന്ന് 2 കുറക്കണം അല്ലേ? 4 സംഖ്യകളെ ഉണ്ടാക്കാൻ സാധിക്കൂ. ഇനി അങ്ങനെയാണെങ്കിൽ 4 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് 0 1 3 5 ഈ 4 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? നേരത്തെ നമ്മൾ 1 3 5 7 ഉപയോഗിച്ചിട്ട് 24 സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? 4 അക്ക സംഖ്യകൾ 24 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 0 വരുന്നതാണെങ്കിൽ ഈ 24ന് എത്ര കുറക്കണം? 6 എണ്ണം കുറക്കേണ്ടി വരും. അതായത് ഏതാണ്? 1000ൻ്റെ സ്ഥാനത്ത് നമ്മൾക്ക് 0 കൊടുത്തിട്ട് സംഖ്യ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം 1000ൻ്റെ സ്ഥാനത്ത് നമ്മൾ 7 കൊടുത്തിട്ട് 6 സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ആ 6 എണ്ണം 24ന് കുറക്കണം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ സാധിക്കൂ? 18 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. അതാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? വിത്ത് 0 പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ്? 10 20 30 40 50 60 70 80 90 അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 9 നമ്പേഴ്സ് അല്ലേ? 9 എണ്ണമാണ് ഉള്ളത്. ഇനി അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ആ ക്വസ്റ്റ്യൻ്റെ തന്നെ, ഹൗ മെനി വിത്തൗട്ട് 0 പൂജ്യം ഇല്ലാത്ത എത്ര 2 അക്ക സംഖ്യകളുണ്ട്? 0 ഉള്ളത് 9 ആണ് കിട്ടിയത്. അപ്പോൾ 0 ഇല്ലാത്തത് എത്രയായിരിക്കും? മൊത്തം എത്ര 2 അക്ക സംഖ്യകൾ ഉള്ളത് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചു അല്ലേ? അതായത് 1 മുതൽ 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? മൊത്തം 99 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 9 എണ്ണം ഒരക്ക സംഖ്യയാണ്. അപ്പം മൊത്തം 2 അക്ക സംഖ്യകൾ എത്രയാണുള്ളത്? 90 നമ്പേഴ്സ്, 90 എണ്ണമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മൊത്തം 2 അക്ക സംഖ്യകൾ 90 ആണുള്ളത്. ഇതിൽ 0 വരുന്ന 2 അക്ക സംഖ്യ 9 ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 90ൽ നിന്ന് ഈ 90ൽ നിന്ന് 9 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 81 നമ്പേഴ്സാണ്. അപ്പോൾ എത്രയാണ്?
പൂജ്യം ഉള്ളത് 9 9 പൂജ്യം ഇല്ലാത്തത് എത്രയാണ് 81 അല്ലേ 81. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0? 2 പൂജ്യം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 2 പൂജ്യം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 100 200 300 400 500 600 700 800 900 അല്ലേ? 9 നമ്പേഴ്സ് തന്നെയാണ്, 9 എണ്ണമാണ് അല്ലേ? ഇനി നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അതായത് ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 2 പൂജ്യം വരുന്നത് ഏതൊക്കെ ഉണ്ട്? എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു പൂജ്യം മാത്രം വരുന്നത് എത്രയായിരിക്കും വരുന്നത്? നേരത്തെ ചെയ്തതുപോലെ എണ്ണത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ പറ്റില്ല അല്ലേ? ഇത് കുറച്ച് ആലോചിക്കേണ്ടതാണ്. ഒരു പൂജ്യം മാത്രം വരുന്ന മൂന്നക്ക സംഖ്യകൾ കാണാൻ വേണ്ടി, അതായത് നമ്മളിവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ നമ്മൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 81 കിട്ടിയിട്ടുണ്ട് അല്ലേ? പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ ഏതായിരിക്കും? ഇപ്പോൾ 10 പൂജ്യം വരുന്ന രണ്ടക്ക സംഖ്യയാണ്. പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 11 12 13 14 15 16 17 18 19 അങ്ങനെ പോയിട്ട് 20 പൂജ്യം വരുന്നതാണ്, അതിനെ ഒഴിവാക്കണം. പിന്നെ ഏതാണ്? 21 ഇങ്ങനെ പോകും അല്ലേ? 99 വരെ വരും. അപ്പോൾ പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യ 81 ഉണ്ടെങ്കിൽ നമ്മളുടെ ചോദ്യം എന്താണ്? ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യ അല്ലേ? ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യ ഇതിൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ്? ഇപ്പം 11 എന്നുള്ളത് പൂജ്യം ഇല്ലാത്തൊരു രണ്ടക്ക സംഖ്യയാണ്. ഈ 11 കൊണ്ട് ഒരു പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കും? 101 101 പിന്നെ എത്രയാണ്? 110 110 രണ്ട് സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? ഈ പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യയിൽ നിന്ന് ഒരു പൂജ്യമുള്ള രണ്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 12 നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. 102 120 ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ എല്ലാ പൂജ്യമില്ലാത്ത രണ്ടക്ക സംഖ്യയിൽ നിന്നും ഒരു പൂജ്യമുള്ള മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കാണുക? പൂജ്യമില്ലാത്ത മൊത്തം രണ്ടക്ക സംഖ്യകൾ 81 ഉള്ളത്. അപ്പോൾ ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും? 81 ഗുണിക്കണം 2 അല്ലേ? അതായത് ഒരു സംഖ്യയിൽ നിന്ന് 2 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ 81 ഗുണിക്കണം 2, അല്ലെങ്കിൽ എന്താണ്? 81 2 തവണ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 162 ഇതിൻ്റെ ആൻസർ, 162. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ട് എന്താണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി സീറോ? ഒരു പൂജ്യവും ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? 2 പൂജ്യം വരുന്ന മൂന്നക്ക സംഖ്യകൾ 9 എണ്ണം ഉണ്ട്. ഒരു പൂജ്യം മാത്രം വരുന്ന മൂന്നക്ക സംഖ്യകൾ 162 എണ്ണം കിട്ടി അല്ലേ? ഇനി ഒരു പൂജ്യവും ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ അപ്പോൾ എത്രയായിരിക്കും? മൊത്തം മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്ന് പഠിച്ചു നമ്മൾ? 900 ഉണ്ട് അല്ലേ? 900 ഉണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 162ഉം 9ഉം കൂട്ടിയ സംഖ്യ കുറക്കണം. 161ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 171 അല്ലേ? 171 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 900 നിന്ന് 171 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 729 ആണ് കിട്ടുക. നിങ്ങൾ കുറച്ച് നോക്കുക. അപ്പോൾ എത്ര സംഖ്യകളാണുള്ളത്? 729 നമ്പേഴ്സാണ് എന്ത്? ഒരു പൂജ്യവും ഇല്ലാത്ത മൂന്ന് സംഖ്യകൾ 729 എണ്ണം ഉണ്ട് അല്ലേ? 2 പൂജ്യം വരുന്ന മൂന്നക്ക സംഖ്യകൾ 9 എണ്ണം ഉണ്ട്. ഒരു പൂജ്യം മാത്രം വരുന്ന മൂന്നക്ക സംഖ്യകൾ 162 എണ്ണം ഉണ്ട്. ഇനി ഒരു പൂജ്യവും ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ 729 എണ്ണം ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഒരേ സംഖ്യകൾ തന്നെ ആവർത്തിക്കുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര ഉള്ളത്? ഏതൊക്കെയാണ്? 11 22 33 44 55 66 അങ്ങനെ 99 വരെ അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 9 ആണുള്ളത് അല്ലേ? 9 എണ്ണമാണ് ഉള്ളത്. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എന്ത്? ഒരേ സംഖ്യ തന്നെ ആവർത്തിക്കുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ്? 111 222 333 ഇങ്ങനെ 999 വരെ എത്ര സംഖ്യകളുണ്ട്? 9 തന്നെയാണ് അല്ലേ? 9 തന്നെയാണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദർ ആർ സം നമ്പേഴ്സ് വിച്ച് റീഡ് ദ സെയിം വെൻ ദ ഡിജിറ്റ്സ് ആർ പുട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ചില സംഖ്യകളുണ്ടാകും എങ്ങനെ? ഫ്രണ്ടിൽ നിന്ന് വായിക്കുമ്പോഴും സെയിം ആയിരിക്കും, ബാക്കിൽ നിന്ന് വായിക്കുമ്പോഴും സെയിം ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ 46,764 എന്നുള്ള സംഖ്യ
എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോഴും 46,764 ആണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോഴും എന്തുതന്നെയാണ് 46,764 തന്നെയാണ് വായിക്കുക. 46,764 തന്നെയാണ് അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് വായിക്കുമ്പോഴും കിട്ടുക അല്ലേ. ഇങ്ങനെയുള്ള അക്കങ്ങൾ എന്താണ് വിളിക്കുന്നത്? പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ്? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ഇങ്ങനെ പാലിൻഡ്രോമിക് ആയിട്ട് വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ് സംഖ്യകൾ? 11, 22, 33, 44, 55, 66, 77, 88, 99 അല്ലേ? രണ്ടക്ക സംഖ്യകൾ 9 എണ്ണമാണ്. 9 നമ്പേഴ്സാണ് ഇതുപോലെ വരുന്നത് അല്ലേ? 9 എണ്ണമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്? അങ്ങനെയാണ് രണ്ടക്ക സംഖ്യകൾ നമ്മൾക്ക് എളുപ്പത്തിൽ കിട്ടിയല്ലേ. അങ്ങനെയാണ് മൂന്നക്ക സംഖ്യകളോ? ഏതൊക്കെയായിരിക്കും മൂന്നക്ക സംഖ്യകൾ? ഏതൊക്കെയായിരിക്കും വരുന്നത്? ഇപ്പോൾ 101, 101, 111, 121, 131, 141 ഇങ്ങനെ പോയി എത്ര വരെ? 191 വരെ 10 സംഖ്യകൾ കിട്ടി. പിന്നെ എത്രയാണ്? 202, 212, 222 ഇങ്ങനെ പോയി എത്ര കിട്ടി? 10 സംഖ്യകൾ കിട്ടി. അങ്ങനെ 303, 313 ഇങ്ങനെ പോയി അവിടെയും 10 കിട്ടി. അങ്ങനെ 909 മുതൽ 999 വരെ 10 എണ്ണം ഉണ്ടാകും. അപ്പോൾ എത്ര 10 നമ്മൾ കൂട്ടി? 9 10 കൂട്ടണം അല്ലേ. അതായത് 9 ഗുണിക്കണം 10 എത്രയാണ്? 90 സംഖ്യകളാണ് എന്ത് മൂന്നക്ക സംഖ്യകൾ പാലിൻഡ്രോമിക് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് പാലിൻഡ്രോമിക് എന്നാൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോഴും സെയിം ആണ്, 101 ആണ്. ഇനി അങ്ങനെ ഇങ്ങോട്ട് വായിക്കുമ്പോഴും സെയിം 101 തന്നെയാണ് അല്ലേ. ഇനി ഇത് നമ്മൾ ഇങ്ങനെ നീട്ടി എഴുതേണ്ട കാര്യമില്ല. അതായത് നമ്മൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. ഏതാണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് മൂന്നക്ക സംഖ്യകൾ പാലിൻഡ്രോമിക് ആയിട്ട് വരുന്ന നമ്മൾക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അതായത് രണ്ടക്ക സംഖ്യകൾ മൊത്തം എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 90 രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ. മൊത്തം 90 രണ്ടക്ക സംഖ്യകളാണുള്ളത്. എല്ലാ രണ്ടക്ക സംഖ്യയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാലിൻഡ്രോമിക് നമ്പറായിട്ട് മൂന്നക്ക സംഖ്യ ആക്കിയിട്ട് എഴുതാൻ സാധിക്കും. അതായത് 11 നമ്മൾക്ക് പാലിൻഡ്രോമിക് ആയിട്ട് 111 ആക്കാം, 12 121 ആക്കാം, ഇനി 13 131 ആക്കാം, എല്ലാം ഒന്ന് കൂട്ടിയിട്ട് എഴുതാം അല്ലേ. ഇങ്ങനെ എല്ലാ സംഖ്യകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 90 രണ്ടക്ക സംഖ്യകൾ, ഇപ്പം ഞാൻ ഇടക്കുന്ന ഒരു നമ്പർ എടുക്കുന്നു 45. ഇതിന് നമ്മൾക്ക് പാലിൻഡ്രോമിക് ആയിട്ട് എഴുതിക്കൂടെ? ഇതിൻ്റെ കൂടെ 4 എഴുതിയാൽ മതി അല്ലേ. ഇങ്ങനെ എല്ലാ രണ്ടക്ക സംഖ്യകളെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നക്ക പാലിൻഡ്രോമിക് നമ്പറായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നീട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ചോദ്യം? എന്താണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോമിക്? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് പാലിൻഡ്രോമിക് ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെയാണ്? 90 എന്ന് നമ്മൾക്ക് ഒറ്റയടിക്ക് പറയാം. കാരണം എന്താണ്? 90 രണ്ടക്ക സംഖ്യകളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ 90 രണ്ടക്ക സംഖ്യകളെയും നമ്മൾക്ക് പാലിൻഡ്രോമിക് നമ്പറായിട്ട് മൂന്നക്ക സംഖ്യകളാക്കിയിട്ട് എഴുതാൻ സാധിക്കും. അതായത് ഇപ്പോൾ 98 ആണെങ്കിൽ ഈ 98 കഴിഞ്ഞിട്ട് നമ്മൾക്ക് 9 എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇത് പാലിൻഡ്രോമിക് ആയി അല്ലേ. അങ്ങനെ ഏത് സംഖ്യയെയും ഏത് രണ്ടക്ക സംഖ്യയെയും നമ്മൾക്ക് മൂന്നക്ക പാലിൻഡ്രോമിക് നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ 90 ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ തേർഡ് പാർട്ട്, 4 ഡിജിറ്റ് നമ്പേഴ്സ് നാലക്ക സംഖ്യകളോ? എത്ര പാലിൻഡ്രോമിക് ആയിട്ടുള്ള നാലക്ക സംഖ്യകളുണ്ട്? ഇത് നമ്മൾ നീട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല. മൊത്തം രണ്ടക്ക സംഖ്യകളുള്ളത് 90 ആണ്. 90 2 ഡിജിറ്റ് നമ്പേഴ്സാണുള്ളത്. ഈ 90 രണ്ടക്ക സംഖ്യയെ നമ്മൾക്ക് നാലക്ക പാലിൻഡ്രോമിക് നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതാം. നേരത്തെ എഴുതിയതുപോലെയല്ല. എങ്ങനെയാണ്? മൂന്നക്ക സംഖ്യ നമ്മൾ എങ്ങനെയാണ് ആക്കിയത്? ഇപ്പം ഇത് 10 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ഇട്ടിട്ടാണ് 1 എഴുതിയിട്ടാണ് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കിയത് അല്ലേ. പക്ഷെ നാലക്ക സംഖ്യ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ 10 ആണ്. 10 ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചെഴുതണം. ഈ 10 തന്നെ തിരിച്ചെഴുതുക. അപ്പോൾ എത്രയാകും? 1001 എന്നുള്ള പാലിൻഡ്രോമിക് 4 ഡിജിറ്റ് നമ്പർ കിട്ടുമല്ലോ. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കുമ്പോഴും സെയിം ആണ്, ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കുമ്പോഴും സെയിം ആണ്. ഇനി ഏത് രണ്ടക്ക സംഖ്യയും, ഇപ്പം 23 എന്നുള്ള രണ്ടക്ക സംഖ്യ, ഇതിനെ പാലിൻഡ്രോമിക് ആയിട്ട് എങ്ങനെ 4 ഡിജിറ്റ് ആക്കി മാറ്റാം? 23 തിരിച്ചെഴുതുക, 32 എഴുതുക. ഇതിപ്പോൾ എന്തായി? പാലിൻഡ്രോമിക് ആയി അല്ലേ. അങ്ങനെ നിങ്ങൾ ഏത് സംഖ്യ വേണമെങ്കിലും നോക്കാം. 45 എന്ത് ചെയ്താൽ മതി? 54 എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഏത് രണ്ടക്ക സംഖ്യയെയും നാലക്ക പാലിൻഡ്രോമിക് നമ്പറായിട്ട് മാറ്റി എഴുതാം. അപ്പം 4 ഡിജിറ്റ് നമ്പറിൻ്റെ ആൻസർ എത്ര തന്നെയാണ്? 90 തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു? 2 ഡിജിറ്റ് നമ്പേഴ്സ് പാലിൻഡ്രോമിക് ആയിട്ട് വരുന്നത് എത്രയാണ് കിട്ടിയത്? 9 ആണ്. മൂന്നക്ക സംഖ്യ പാലിൻഡ്രോമിക് ആയിട്ട് വരുന്നത് 90 ആണുള്ളത്. കാരണം എന്താണ്? എല്ലാ രണ്ടക്ക സംഖ്യയെയും പാലിൻഡ്രോമിക് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 90 രണ്ടക്ക സംഖ്യകളാണുള്ളത്. അപ്പോൾ 90 മൂന്നക്ക പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഉണ്ടാകും അല്ലേ. ഇനി നാലക്ക സംഖ്യകളോ?
രണ്ടക്ക സംഖ്യകളുടെ എണ്ണം തന്നെയാണ് 90 തന്നെയാണ്. രണ്ടക്ക സംഖ്യ എന്ത് ചെയ്താൽ മതി? തിരിച്ചെഴുതിയാൽ മതി അല്ലേ? അപ്പോൾ 90 തന്നെയാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഹൗ മെനി 4-digit numbers can be made using all the digits 1, 2, 3, 4? എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും 1, 2, 3, 4 ഉപയോഗിച്ചിട്ട്? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? ഇതിൻ്റെ ഒക്കെ തുക എത്രയാണ്? അപ്പം എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുക നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ 4 അക്കങ്ങളാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 കണ്ടാൽ മതി. എത്രയാണ്? 24 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? 24 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇതിൻ്റെ തുക കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് കൂട്ടണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. 4-digit നമ്പേഴ്സാണ് നമ്മൾക്ക് എഴുതേണ്ടത് അല്ലേ? അതായത് 1, 2, 3, 4 1, 2, 3, 4 ഉപയോഗിച്ചിട്ട് നാലക്ക സംഖ്യകളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ നമ്മൾ 1-digit നമ്പർ 1 ഉപയോഗിച്ചിട്ട് ഒരക്ക സംഖ്യ ഉണ്ടാക്കി. ഇനി 1ഉം 2ഉം അത് 1ഉം 2ഉം യൂസ് ചെയ്തിട്ട് രണ്ടക്ക സംഖ്യകൾ 12ഉം 21ഉം ഉണ്ടാക്കി. ഇനി എന്ത്? മൂന്നാമത്തെ സംഖ്യയായ 3 ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി അല്ലേ? അതായത് 1, 2, 3 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഈ 12ൻ്റെയും 22ൻ്റെയും ഫ്രണ്ടിൽ അതായത് 100ൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു, പിന്നെ 10ൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു, പിന്നെ 1ൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു. ഇങ്ങനെ 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്ത്? നാലക്ക സംഖ്യകൾ. അതായത് ഫസ്റ്റിൽ തന്നെ നമുക്ക് നാലക്ക സംഖ്യ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം? ഒരക്ക സംഖ്യ ഉണ്ടാക്കുക, പിന്നെ രണ്ടക്ക സംഖ്യ ഉണ്ടാക്കുക, പിന്നെ മൂന്നക്ക സംഖ്യ ഉണ്ടാക്കുക. ഈ മൂന്നക്ക സംഖ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നാലക്ക സംഖ്യ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ഈ മൂന്നക്ക സംഖ്യ അതായത് ഈ 312, 321, 132, 231, 123, 213 ഇതിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ അതായത് 1000ൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് നമ്മൾ ഈ 4 എഴുതി അല്ലേ? 4 എഴുതി. അങ്ങനെ 4-digit നമ്പർ 6 എണ്ണം ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് 100ൻ്റെ പ്ലേസിൽ 100ൻ്റെ സ്ഥാനത്ത് 4 എഴുതിയിട്ട് വീണ്ടും 6 നമ്പേഴ്സ് എഴുതി അല്ലേ? നെക്സ്റ്റ് 10th പ്ലേസിൽ 4 എഴുതിയിട്ട് 6 നമ്പേഴ്സ് എഴുതി. ഇനി 1st പ്ലേസിൽ 1ൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 4 എഴുതിയിട്ട് വീട് സംഖ്യകൾ എഴുതി. അപ്പോൾ മൊത്തം 24 സംഖ്യകൾ കിട്ടി അല്ലേ? ഈ 24 സംഖ്യകൾ 24 നമ്പേഴ്സാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നമ്മൾക്ക് കാണേണ്ടത് തുക കാണാൻ വേണ്ടി അല്ലേ? അതായത് ഇതെല്ലാം തമ്മിൽ കൂട്ടണം അല്ലേ? കൂട്ടിയിട്ട് അതിൻ്റെ തുക എത്രയാണ്, സം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ നമ്പർ എഴുതിയത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ താഴ്ത്തായിട്ട് കൂട്ടുക ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരുപാട് കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 24 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 24 നമ്പേഴ്സും താഴ്ത്തായിട്ട് സാധാരണ രീതിയിൽ സമ്മ് കാണുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഐഡിയ വെച്ചിട്ട് ചെയ്യാം അല്ലേ? ഐഡിയ വെച്ച് കൂട്ടാം. എങ്ങനെ കൂട്ടാം? ഇതിൽ നിങ്ങൾ നോക്കുക, എത്ര 4000 ഉണ്ട്? 6 6 4000 ഉണ്ട് അല്ലേ? അപ്പോൾ 6 4000 ഉണ്ട്. അപ്പോൾ എന്ത് കാണുക? 6 ഇൻറ്റു 4000 അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 4000 ഇൻറ്റു 6 എഴുതാം. ഇനി എന്താണ് 4000 ഇൻറ്റു 6? ഇനി 3000 നിങ്ങൾ നോക്ക്, എത്ര ഉള്ളത്? 6 എണ്ണമാണ് ഉള്ളത്. 6 3000 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 3000 ഇൻറ്റു 6 കാണുക. ഇനി എന്താണ് 2000 നോക്കുക. 2000 എത്ര ഉള്ളത്? 1 2 3 4 5 6 അല്ലേ? അപ്പോൾ 2000 ഇൻറ്റു 6 കാണുക. ഇനി എന്താണ് 1000ഉം 6 തന്നെ ആയിരിക്കും ഉള്ളത്. ഇനി അതുപോലെ തന്നെ ഇനി 100 നോക്കിക്കഴിഞ്ഞാൽ 400 എത്ര ഉണ്ടാകും? 6 എണ്ണം ഉണ്ടാകും. 300ഉം 6 ഉണ്ടാകും. 200ഉം 6 ഉണ്ടാകും. 100ഉം 6 ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ 10ൻ്റെ പ്ലേസിൽ 46 ഉണ്ടാകും. പിന്നെന്താണ് 36 ഉണ്ടാകും. 26 ഉണ്ടാകും. പിന്നെന്താണ് 10 6 ഉണ്ടാകും. ഇനി 1st പ്ലേസിൽ 4 6 എണ്ണം ഉണ്ടാകും. 6 4കൾ ഉണ്ടാകും. 6 3കൾ ഉണ്ടാകും. 6 2കൾ ഉണ്ടാകും. 6 1കൾ ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന പോലെ എഴുതുക. അതായത് 4000 6 എണ്ണം ഉണ്ട് അല്ലേ? 3006 2006 1006. ഇനി 4000 പ്ലസ് 3000 പ്ലസ് 2000 പ്ലസ് 1000 എത്രയാണ്? 10,000 10,000 ആണ് അല്ലേ? ഈ 10,000ന് 6 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 60,000 കിട്ടും. ഇനി അതുപോലെ തന്നെ 400 എത്രയുണ്ട്? 6 ഉണ്ട്. 306 ഉണ്ട്. 206 ഉണ്ട്. 106 ഉണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1000 കിട്ടും അല്ലേ? 1000 കിട്ടും. ഈ 1000ന് 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6000 കിട്ടും. ഇനി അതുപോലെ തന്നെ 40 പ്ലസ് 30 പ്ലസ് 20 പ്ലസ് 10 എത്രയാണ്? 100 ആണ്. അതിനെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര? 600 കിട്ടും. ഇനി ഇത് തമ്മിൽ ഗുണിച്ചാൽ അതായത് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 അല്ലേ? അതായത് 4 ആറുകളുണ്ട്, 3 ആറുകളുണ്ട്, 2 ആറുകളുണ്ട്, 1 ആറുണ്ട് അല്ലേ? അപ്പം 10 ഇൻറ്റു 6 60 കിട്ടും. ഇനി ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് എത്രയാണ്? 10,000 ഇൻറ്റു 6 60,000 ആണല്ലേ? അപ്പം 60,000 പ്ലസ് പിന്നെ ഇത് രണ്ടാമത് കിട്ടിയ 6,000 പ്ലസ് 600 പ്ലസ് 60 എത്ര കിട്ടും? മൊത്തം
66,660 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? ഈ 24 നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 66,660 ആണ് ആൻസർ. ഓക്കെ, ഇത്രയാണ് ഈ ലെസണിൽ വരുന്ന ആക്ടിവിറ്റീസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.